The world's greatest wedding collection. Emmanuel Silks, M Space Shopping Center, Mele Patambi. Also at Kannur, Kanyanad, Payyanur and Irati. പരിതൂർ അഞ്ചുമൂലയുടെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിനായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വായനശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. നാട്ടുകാരനും പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകനുമായിരുന്ന നൌഷാദ് മാസ്റ്ററുടെ സ്മരണാർത്ഥം നൌഷാദ് മാസ്റ്റർ സ്മാരക വായനശാല എന്ന പേരിലാണ് വായനശാല രൂപീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1 അഞ്ചുമൂലയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷ് വായനശാല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു നാടിനകത്തെ സാംസ്കാരികപരമായ ഉണർവിനും അതുപോലെ തന്നെ കലാപരമായ ഉണർവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലെ ഒരു വട്ടം യുവാക്കളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും എല്ലാവരുടെയും പിന്തുണ കൊണ്ട് ഒരു വായനശാല രൂപീകരിക്കുകയാണ്. പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന അത്താണിക്കൽ നൌഷാദ് മാസ്റ്ററുടെ സ്മരണാർത്ഥമാണ് അഞ്ചുമൂലയ്ക്കകത്ത് ഇത്തരത്തിലൊരു വായനശാല ഞങ്ങൾ രൂപം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒട്ടേറെ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും വലിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വായനശാലയ്ക്ക് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് ഈ വായനശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. ഈ പരിപാടിക്കകത്ത് പ്രശസ്ത ചലച്ചിത്ര നടനും അതുപോലെ തന്നെ ഒട്ടേറെ നാടകവേദികളിൽ നിറസാന്നിധ്യമായിട്ടുള്ള അപ്പുണ്ണി ശശി ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. വായനശാല പ്രസിഡന്റ് നജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സിനിമാ താരം അപ്പുണ്ണി ശശി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മറ്റു കലാസാംസ്കാരിക പൊതുരംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ അപ്പുണ്ണി ശശിയുടെ ഒറ്റയാൾ നാടകം ചക്കരപ്പന്തൽ, പരിതൂർ ലൈബ്രറി റിക്രിയേഷൻ സെൻ്ററിൻ്റെ ബാലവേദി കുട്ടികൾ അവതരിപ്പിക്കുന്ന അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകം എന്നിവയും അരങ്ങേറും. വായനശാല സെക്രട്ടറി വിഷ്ണു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഷ്റഫ്, അഭിറാം എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.